നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല, പിന്നെ ന്യൂ ഫേസ് വേണം, ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പം ആരോ ഒരാൾ നമുക്ക് പെട്ടെന്ന് ഈ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ പല ഫേസസും ഓർക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ ഇരുന്ന് തമ്മിൽ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഷീസ് ഗുഡ്, കറക്റ്റ്, ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് പോപ്പപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ എടുത്ത ഡിസിഷനാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമലേനെ അറിയാം, ഞാൻ വിളിക്കാം, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് വിളിക്കുകയായിരുന്നു. നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ പറ്റില്ല. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, ക്വാർട്ടർ റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ പറഞ്ഞ വേറെ ദൃശ്യം 1 ഉം 2 ഒന്നുമേ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വരല്ലേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെന്റ്, അതേ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു കാര്യം ഞാൻ പറയും, ഇത് ലോകത്തിൽ ഇന്നേ ഒരു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം.